തുലാവർഷത്തിൻ്റെ നിറവിൽ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ഈറനുമായി കുളിരുമായി മമ്മൂക്കയുടെ പുത്തൻ ചിത്രം വർഷം. എന്നോടൊപ്പം വർഷത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക, ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ രഞ്ജിത്ത് ശങ്കർ, നമ്മുടെ സ്വന്തം ആശാ ശരത്, JP ആൻഡ് പ്രജു. അപ്പോൾ നമുക്ക് വർഷത്തിലേക്ക് കിടക്കാം. കൊടവന്നിട്ടുണ്ട്, കൊടയൊക്കെ ഞങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് മമ്മൂക്ക. ഇപ്പോൾ വർഷത്തിന്റെ ഫസ്റ്റ് ട്രെയിലർ റിലീസായിപ്പോൾ ശരിക്കും അതിൽ കണ്ട മമ്മൂക്കയുടെ മുഖത്തുള്ള ഭാവങ്ങള് പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ച ഭാവങ്ങളാണത്. മലയാളി പ്രേക്ഷകരുടെ കണ്ണുകളിൽ ചെറുത് ഒരു ഈറനടിയിക്കുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ടെന്ന് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ തോന്നുകയാണ്. അത് ഞങ്ങളൊരു തട്ടിപ്പാണ്. അത് യഥാർത്ഥത്തിൽ സിനിമ കണ്ട ആൾക്കാരോട് ചോദിച്ചാൽ ഞാനൊക്കെ ഇങ്ങനെ കണ്ണു നിറയുന്ന രംഗങ്ങളൊക്കെ വളരെ തുച്ഛമായിട്ടുള്ളൂ. അല്ലാത്ത രംഗങ്ങളാണ് ഇപ്പോൾ സിനിമയിൽ കൂടുതൽ. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാലമായിട്ട് ആളുകൾ കരയുന്ന കാണാനുള്ള സന്തോഷം കരയുന്നത് അല്ല, അത് സന്തോഷ കണ്ണീരാണ്. കാരണം അത്ര ആ ഒരു കഥകളിലൂടെ നമുക്ക് ജീവിക്കാൻ പറ്റും. ആളുകൾ സങ്കടം കാണാൻ എത്ര ഇട്ടുള്ളൊരു പ്രേക്ഷകർ ഞാൻ കരയുന്നത് കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണല്ലോ അല്ലേ? അതെ, ശരിയല്ല. അതിന്റെ അല്ല, അത് കഥയുമായി അവർ അത്രത്തോളം ചേർന്ന് പോകുന്നത് കൊണ്ടും കഥാപാത്രമായിട്ട് അലിഞ്ഞു ചേരുന്നത് കൊണ്ടുമാണ് കഥാപാത്രത്തിന്റെ മനസ്സ് അവർ ഉൾക്കൊള്ളുന്നതുകൊണ്ടാണ് ഈ കഥയിലെ കഥാപാത്രത്തിന്റെ വേദന സ്വയം വേദന, സ്വന്തം വേദനയായിട്ട് മാറുന്നതും അതങ്ങനെ ആയി പോകുന്നു. ഞാനിതൊരു തമാശ പറഞ്ഞു. വർഷത്തിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളൊരു സിനിമ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ഇനിയിപ്പോൾ ആളുകൾ കണ്ടു, അഭിപ്രായങ്ങൾ വന്നു തുടങ്ങി. ഇനിയിപ്പോൾ അങ്ങനെ എന്താണ് ഇനിയിപ്പോൾ അതിനെപ്പറ്റിയുള്ള അവരുടെ ചർച്ചകളും അവരുടെ ഡിസ്കഷനും അവർ പരസ്പരം പറയുന്നതും അവർ എന്താ പറയുക കർണാകർണിയായി ഇതിൻ്റെ നന്മകളും തിന്മകളും പരക്കുന്ന ഒരു സമയത്തേക്കാണ് വരുന്നത്. അപ്പോൾ അവർ പറയട്ടെ, അവരുടെ അഭിപ്രായങ്ങൾ അറിയട്ടെ. അതിനപ്പുറത്തേക്ക് അവകാശവാദങ്ങളുമായി നമുക്കൊന്നും വരാൻ പറ്റില്ല. ഒന്നിനെപ്പറ്റി ഒരു കലാരൂപത്തിനൊരു അവകാശവാദമില്ല. ഒരു വിശദീകരിക്കേണ്ട ഒരു കലാരൂപവും വലിയ ബുദ്ധിമുട്ടാണ്. സാമാന്യ ജനങ്ങളിലേക്ക് ഒരു കലാരൂപം എത്തിച്ചേരണമെങ്കിൽ വിശദീകരണങ്ങളുടെ ഒരു ആവശ്യം ഉണ്ടാകരുത്. അവർക്ക് ആ കഥയോ ആ കലാരൂപം തന്നെ അത് വിശദീകരിക്കണം. നമ്മുടെ സിനിമ അങ്ങനെ വിശദീകരിക്കുമെന്നാണ് ചേട്ടാ എനിക്ക് തോന്നുന്നത്. വിശദീകരിക്കട്ടെ. ഓക്കെ, രഞ്ജിത്തേട്ടാ, ഇപ്പോൾ ഒരു മമ്മൂക്കയെ വെച്ചൊരു സിനിമ ചെയ്യാന്ന് പറയുന്നത് ഏതൊരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നല്ലൊരു ഭാഗ്യമാണ്. ഇപ്പോൾ ഫസ്റ്റ് സിനിമ പാസഞ്ചർ തന്നെ നല്ലൊരു മികച്ച സംവിധായകനാണെന്നും തിരക്കഥാകൃത്താണെന്നും ഒക്കെ തെളിയിച്ചു കഴിഞ്ഞാണ്. അതിനുശേഷം വന്ന ചിത്രങ്ങളും മലയാളി പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ തന്നെയാണ്. ഇപ്പോൾ എന്താ പറയുക, എൻ്റെ ഒരു ഡയറക്ടർ ആക്കിയത് മമ്മൂക്കയാണെന്ന് രഞ്ജിത്തേട്ടൻ പറയുണ്ടായി. അത് സീരിയസ്ലി പറഞ്ഞ എന്താ വെച്ചാൽ, ഞാൻ ആദ്യമായിട്ട് ഒരു കഥ പറയാൻ പോകുന്നത് മമ്മൂട്ടിയോടാണ്. അത് പളുങ്ക് എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് പോകുന്നത്. അപ്പം അന്ന് അവിടെ ചെല്ലുമ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഷൂട്ടിംഗ് കാണുന്നത്. ഞാനതൊരു സിനിമ ഷൂട്ടിംഗ് കണ്ടിട്ടില്ല. അപ്പം ഞാൻ മമ്മൂക്കനെ കാണാൻ പോകുന്നത് ഞാൻ പാസഞ്ചറിൽ അഭിനയിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ പറയാൻ വെച്ചിരിക്കുന്നത് ഇങ്ങനൊരു സിനിമ ഞാൻ താങ്കളെ വെച്ച് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ 20 ദിവസം കൊണ്ട് ഞാൻ ഈ സിനിമ ഷൂട്ട് ചെയ്യാൻ പോകണം എന്ന് പറയാനാണ് ഞാൻ പോകുന്നത്. പക്ഷേ ഞാൻ അവിടെ എത്തി, രാവിലെ എത്തി, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഫുൾ കോൺഫിഡൻസ് പോയി. കാരണം അവിടെ ഞാൻ ചെല്ലുമ്പോൾ മുതൽ ഒരു ഷോട്ടാണ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഷോട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാനിപ്പോൾ പറയുന്നില്ല, ബിക്കോസ് പല കാരണം കൊണ്ട് ആ ഷോട്ട് ഓക്കെ ആയത് ഒരു 4 മണി 5 മണിക്കാണ്. 11 മണിക്ക് തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ക്രൗഡ് വലിയ ഇഷ്യൂ ആണ് മമ്മൂക്കനെ പോലെ ആക്ടർ അഭിനയിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒരു ദിവസം പോയിരുന്നു. അപ്പം വൈകിട്ടാണ് നമ്മൾ കഥ പറയുന്നത്. അപ്പോൾ കഥ പറഞ്ഞിട്ട് നമുക്ക് കഥ കേട്ടിട്ട് നമുക്ക് പറഞ്ഞു സ്ക്രിപ്റ്റ് കേട്ട് നന്നായിട്ടുണ്ട്, ഇത് ആർക്ക് സംവിധാനം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു ഒറ്റ ആൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് അവർക്ക് കുറേ ചിരിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സംവിധാനം ചെയ്യാൻ പറ്റും, പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് എക്സ്പീരിയൻസ്, അപ്പോൾ അത് ഉണ്ടാക്കാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുന്നത്. ഞാനിവിടെ ഇപ്പോൾ ആക്ച്വലി ഡയറക്ടർ ആയിട്ടുണ്ടെങ്കിൽ അന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റത്ത് നമുക്ക് നല്ല ഏതെങ്കിലും ഡയറക്ടർ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഞാൻ ഹാപ്പിയാവും വരും, ഞാൻ സമ്മതിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ സംവിധായകനാവില്ല. ഷുവറാണ്, അതാണ് ഉദ്ദേശം. ഓക്കെ, ഈ വർഷം എന്ന ഈ ചിത്രം വർഷത്തിലേക്ക് മമ്മൂക്ക എത്തുകയായിരുന്നു, അതോ വർഷം മമ്മൂക്കയ്ക്ക് വേണ്ടി? വർഷം എല്ലാവർക്കും വേണ്ടിയാണ്. എനിക്ക് വർഷം നല്ലവണ്ണം മഴ പെയ്യുന്നുണ്ട് പുറത്ത്, എല്ലാവർക്കും മമ്മൂക്കയ്ക്ക് വേണ്ടി തന്നെയാണ്. കാരണം ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളൊരു 4 പാസഞ്ചർ കഴിഞ്ഞിട്ട് ഉള്ളൊരു സമയത്താണ് ഞാൻ മമ്മൂക്കോട് ആദ്യമായിട്ട് വർഷത്തിന്റെ സബ്ജക്ട് പറയുന്നത്. അപ്പൊ അന്ന് പല കാലം കൊണ്ട് ആ സിനിമ ഉണ്ടായിരുന്നു.
അപ്പൊ അന്ന് നമുക്ക് പറഞ്ഞു ഈ കഥാപാത്രം ചെയ്യാനുള്ള പ്രായം എനിക്കായിട്ടില്ല. അപ്പൊ 5 കൊല്ലം വെയിറ്റ് ചെയ്താൽ ഈ സിനിമ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ക്ഷമാപൂർവ്വം 5 കൊല്ലം വെയിറ്റ് ചെയ്തു. ഞാൻ ഇതിനിടയിൽ മമ്മൂക്കിനെ കാണുകയോ വേറൊരു കഥയെ കുറിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ ക്യാരക്ടർ നമുക്ക് തന്നെ ചെയ്യണം എന്നാണ്, അല്ലെങ്കിൽ നമുക്കിനെ വെച്ചൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ അത് ഈ കഥയായിരിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ കറക്റ്റ് 5 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പോയിട്ട് ഒരു 5 കൊല്ലം കഴിഞ്ഞു. അപ്പൊ നമുക്ക് നല്ലായിരുന്നു. അങ്ങനെയാണ് സംഭവിച്ചത്. കുശുമ്പുള്ളൊരു ഭാര്യ എന്ന് പറഞ്ഞപ്പോ ആദ്യം ആശ ചേച്ചിയുടെ ഫേസ് തന്നെ മനസ്സിൽ വന്നു, ആ മുഖം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു. മുൻ എക്സ്പീരിയൻസ് ആണോ, മുൻകാല പരിചയമാണോ, എന്തായിരുന്നു ഈ ഒരു? സത്യത്തിൽ തമാശക്ക് പറഞ്ഞതാണ്. കാരണം ആശാനെ ഇതിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ സത്യത്തിൽ എനിക്ക് ടെൻഷനായിരുന്നു. കാരണം ഇതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഇപ്പോ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ പലപ്പോഴും നമ്മളൊരു ഗ്രേറ്റ് ആക്ടിംഗ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ ഒരു വളരെ ഇന്റൻസ് ആയിട്ടുള്ള മുഹൂർത്തം, റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി, അവളുടെ ദുഃഖം, ഇതൊക്കെയാണ് നമുക്ക് വലിയ അഭിനയം. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള ബുദ്ധിമുട്ടുള്ളത് ഈ അസൂയ, കുശുമ്പ്, ഒരു ഹ്യൂമർ, ഇത് കൊണ്ടുവരിക, വളരെ സപ്ലൈഡ് ഇമോഷൻ കൊണ്ടുവരാനുള്ളതാണ് അതിന്റെ ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ കഥാപാത്രം വളരെ റിയൽ ആയിരുന്നു. കഥാപാത്രത്തിന്റെ കുശുമ്പും കുന്നായ്മയും ഒക്കെ നമുക്ക് സാധാരണ കുറച്ച് എല്ലാവർക്കും ഉണ്ട്, അതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ ഒരു വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യരാണ്. അതൊക്കെ അത്രത്തോളം അങ്ങനെയുള്ള ചെറിയ ദോഷങ്ങൾ നമുക്ക് ഉണ്ടെങ്കിൽ പോലും ഈ കഥാപാത്രത്തിന്റെ വളർച്ച എന്ന് പറഞ്ഞാൽ അതൊരു ഹൈറ്റ് ഓഫ് ഇമോഷനിലോട്ട് കയറും. നമ്മൾ വിചാരിക്കുന്ന ഈ കുശുമ്പി അല്ല യഥാർത്ഥ സ്ത്രീ. അവര് യഥാർത്ഥത്തിൽ ഒരു അമ്മയും ഭാര്യയും ഒക്കെ ആയി മാറുന്ന ഒരു ഭയങ്കരമായ മുഹൂർത്തങ്ങൾ. അത് ആ കുശുമ്പ് കുന്നായ്മയൊക്കെ അവർ ഈ സോഷ്യൽ ലൈഫിൽ മാത്രമേ ഉള്ളൂ. യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ ശരിക്കും ഒരു സ്ത്രീയായി, ശരിക്കും ഒരു മനുഷ്യ സ്ത്രീ ആയിട്ട് മാറുന്നത് നമുക്ക് കാണാൻ സിനിമയിൽ. അതുകൊണ്ട് തന്നെ ആശ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടായിരുന്നു പേടി. അതെ, ആശ അതിലോട്ട് വരികയും പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച അത്ര തന്നെ നന്നായി ആശ ചെയ്തു. അഭിനയിക്കേണ്ടി വന്നു ആശ ചേച്ചി ശരിക്കും. ഇവരെ അറിയപ്പെടുന്ന ഒരു കുശുമ്പിയാണോ? അതുകൊണ്ടാണോ അഭിനയിക്കേണ്ടി വന്നത്? ഇപ്പൊ മനസ്സിലായത്. ജീവിതത്തിൽ കുശുമ്പിയാണോ എന്നാണ് ചോദിച്ചത്. അയ്യോ, അങ്ങനെ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല കേട്ടോ. നമ്മളോടൊന്നും കുശുമ്പ് കുന്നായ്മ കാണേണ്ട കാര്യമില്ല. അങ്ങനെ കുശുമ്പിയല്ല, എന്നാലും ചിലപ്പോ മനുഷ്യരല്ല ചില സമയത്ത്. അത് തന്നെയാണ് മനുഷ്യർക്കുള്ളത്. ആ സാധാരണ മനുഷ്യർക്കുള്ള കുശുമ്പും കുന്നായ്മയുള്ളൂ നമ്മുടെ അത്രേ ഉള്ളൂ നന്ദിനിക്ക്. ഭയങ്കരമായിട്ടുള്ള ഒരു കുശുമ്പിയൊന്നുമല്ല, കുഞ്ഞു പൊസസീവ്നെസ് അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു സാധാരണ സ്ത്രീ, നമ്മളിലൊക്കെ ഉള്ള സ്ത്രീ, കുട്ടി, അത്രേ ഉള്ളൂ നമ്മളിലൊക്കെ ഉള്ള ഒരു സ്ത്രീ. പിന്നെ ആശയെ കൂടുതൽ പരിചയപ്പെട്ടപ്പോ ആശയ്ക്ക് ക്യാരക്ടറുമായിട്ട് കുറെ സമയങ്ങളുണ്ട്. വെരി ഗുഡ് മദർ, അന്നുള്ളതൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് പിന്നീട് തോന്നിയത്. അത് ശരിക്കും ഒന്ന് കേൾക്കട്ടെ പ്രേക്ഷകരല്ലേ. ഓക്കെ, നമ്മുടെ മമ്മൂക്കായിട്ടുള്ള ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് അല്ലേ? വർഷത്തില് അഭിനയിച്ചപ്പോ പേടിയുണ്ടായിരുന്നോ? പിന്നെ പേടിയുണ്ടായിരുന്നു. 2, 4, 3 തോക്കും പീരങ്കിട്ടൊക്കെയാണ് നിങ്ങൾക്ക് കേട്ടാണ് ആശ. പക്ഷെ നമുക്ക് ആ കണ്ണുകളിൽ എനിക്ക് ആ ഒരു പേടി കാണുന്നുണ്ട്. അതെ അതെ, അത് മമ്മൂക്കോടുള്ള ഒരു പേടിയില്ല. പക്ഷെ ഇത്രയും വലിയൊരു ആക്ടറിന്റെ, ഒരു സൂപ്പർ സ്റ്റാറിന്റെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നത്. സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ 4 കാലം എന്നുള്ള മനുഷ്യല്ല സാധാരണ സൂപ്പർ സ്റ്റാർ. ഇത് ഡിഗ്രി ഒന്നും അല്ലല്ലോ. ഓക്കെ, പക്ഷെ അത് നേടിയെടുക്കാൻ അത് മലയാളി പ്രേക്ഷകരുടെ സീനിയർ ആയിട്ടുള്ള കുറച്ചുകൂടെ പരിചയം ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരാളിവിടെ അഭിനയിക്കുമ്പോൾ കുറച്ചൊരു എന്നാണ് മലയാള ചോദ്യം. അല്ല ഈ പറയുന്ന ഒന്നുമല്ല. പിന്നെ പറഞ്ഞു കേട്ടിടത്തോളം മാത്രം നല്ല ആളുമല്ല. അങ്ങനെയുള്ള ഒരാളോട് നേരിടുമ്പോൾ എന്തെങ്കിലും വിഷമമോ അങ്കലാപ്പോ ഉണ്ടായില്ല? അങ്ങനത്തെ അങ്കലാപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഉള്ളിൽ ഒരു ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, വലിയൊരു വ്യക്തിയാണ്. അതിന്റെ ഒരു ഉള്ളിലൊരു നമുക്കൊരു ബഹുമാനം കലർന്ന ഒരു പേടി ഉണ്ടാവും. അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്റെ പേടികൾ ഞാൻ സംവിധായകനുമായി കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കുമായിരുന്നു. ഈ സിനിമയിൽ അങ്ങനെ ഒരു പേടിപ്പിക്കേണ്ടത്, ഒരു ദേഷ്യപ്പെടേണ്ടത് ആയിട്ടുള്ള ഒരു രംഗം ഉണ്ടായിട്ടില്ല സിനിമയിൽ. അങ്ങനെ ഒന്നും അപൂർവമായിട്ട് നമ്മൾ 18 ദിവസം ഷൂട്ട് ചെയ്തതിൽ ഈ സിനിമയിൽ അങ്ങനെ നമ്മുടെ ഒരു അപ്സെറ്റ് ആക്കുന്ന തരത്തിലുള്ളതോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദേഷ്യം വരുന്ന തരത്തിലുള്ളതോ, ഒരു വിഷമം ഉണ്ടാക്കുന്ന തരത്തിലോ, നമ്മുടെ മൂഡ് ഔട്ട് ആക്കുന്ന തരത്തിലുള്ള ഒരു തരത്തിലുള്ള സംഭവങ്ങളും ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനിടയ്ക്ക് ഉണ്ടായിട്ടില്ല. അതിന് പ്രധാനമായിട്ട് സംവിധായകന്റെ ഈ ചിരി തന്നെയാണ്. കാലത്തെ ഒന്ന് സംവിധാനം ചിരിക്കും അല്ലടാ. പിന്നെ ഇവനെ പോലത്തെ ചില മീശയില്ലാത്ത ചെക്കന്മാരും. നീ എന്താ അതേ എപ്പോഴും കയറി പിടിക്കുന്നു? നീ എന്താ മീശ പിടിക്കുന്ന? ഈ സിനിമയിൽ മീശ മുളയ്ക്കാത്തൊരു ചെക്കനായിട്ടാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. നിങ്ങൾക്ക് എന്തിനാ മീശ പിടിക്കേണ്ട ആവശ്യം?
കുറച്ചും കൂടി ചെറുപ്പമായിട്ട് അല്ലേ, യൂത്തിന്റെ ഒരു ചിലപ്പോ അപ്പുറത്തിരിപ്പുണ്ട്, 11th പഠിക്കുന്ന കുട്ടിയാണ്. അപ്പുറത്തിരിപ്പുണ്ടേ. 11th പഠിക്കുന്ന കുട്ടിയാണ്. 11th-ലാണ്. അവന്റെ അടുത്തൊരു 4 തവണ മീശ മുളയ്ക്കാത്ത ചെക്കൻ എന്ന് പറഞ്ഞപ്പോ അവൻ പിന്നെ പഠിച്ചു തുടങ്ങി. അത് കാണിക്കണല്ലോ, പടം റിലീസ് ആകുമ്പോഴേക്കും ഒന്ന് കാണിക്കണം. കാണിക്കണല്ലോ. അല്ല, ഞാനിവിടെ വന്നപ്പോ തൊട്ട് നോക്കാം, അതിൽ കുഞ്ഞൊരു മീശയുണ്ട് നമ്മുടെ മോന്. പക്ഷെ ഇന്ന് അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പൊ ഇനി മീശ പിടിച്ചിട്ട് വേറെ ഏതോ ചെക്കൻ. മീശ പഠിച്ചിട്ട് അതോടെ തീരുന്നില്ല. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിന്നെ ശരി, ഉണ്ടായിരുന്നു, മീശ ഉണ്ടായിരുന്നു, വരും അല്ലേ. ഓക്കെ JP, എന്താ പറയാ, അടയാളങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ അല്ലെ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയൊരു ഫിലിമാണ്. ആ ചിത്രത്തിലൂടെയാണ് എൻട്രി തന്നെ വരുന്നത്. ഓക്കെ, മമ്മൂക്കയായിട്ടത് സെക്കൻഡ് ഫിലിം ആണല്ലോ അല്ലെ, എങ്ങനെയായിരുന്നു? രണ്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ പറയാം, ഡാഡി കൂൾ എന്നുള്ള സിനിമയിൽ ഞാൻ മമ്മൂക്ക എന്ന സ്റ്റാറിനെ മാത്രമേ കണ്ടുള്ളൂ. വർഷം എന്നുള്ള സിനിമയിൽ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ്. മമ്മൂക്ക എന്നൊരു സുഹൃത്തിനെയാണ് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഇനിയിപ്പോ എന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞോളൂ കേട്ടോ. പക്ഷേ ശരിക്കും വർഷം സെറ്റില് ഞാനിപ്പോ ആ ഒരു സിനിമ അഭിനയിച്ചു എന്നുള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് ആ ഒരു പ്രോസസ് ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. അതിനകത്ത് ഇപ്പൊ ആശയിച്ചാണെങ്കിലും മമ്മൂക്കയാണെങ്കിലും മമതയാണെങ്കിലും നിജിത്തേട്ടനൊക്കെ ആണെങ്കിലും ഞാൻ അവിടെ വളരെ ആ സെറ്റിലേക്ക് ചുമ്മാ വെറുതെ പോയിരിക്കുക എന്നുള്ളത് തന്നെ വളരെ രസമുള്ള. ഞാൻ മമ്മൂക്കയായിട്ടായിരിക്കും ഏറ്റവും കുറവ് സംസാരിക്കണം ഞാൻ വിചാരിച്ചു. ആ സെറ്റിൽ ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിച്ചു മമ്മൂക്ക. അത് ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങളും ഭയങ്കര. അപ്പൊ ഒരു സുഹൃത്ത് എന്നുള്ള രീതിയിൽ മമ്മൂക്കയ്ക്ക് എന്നെയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അത് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഭയങ്കര സംഭവം നമുക്ക് മാത്രമല്ല, രണ്ടുപേരും സംഭവമായത്. രണ്ട് സംഭവങ്ങൾ വർഷത്തിലൂടെ നമുക്കത് കാണാം അല്ലേ. മഹാസംഭവമായി. പക്ഷെ വർഷം സിനിമയുടെ ഒരു മേക്കിംഗ് പ്രോസസ് ശരിക്കും എൻജോയബിൾ ആയിരുന്നു. ഞാൻ രഞ്ജിത്തേട്ടൻ്റെ അടുത്ത് പലതവണ സാധാരണ സെറ്റിൽ അങ്ങനെ ഷൂട്ടിങ്ങിലും അങ്ങനെ പോക്കില്ല, കറങ്ങി നിൽക്കും. ഞാൻ ചോദിച്ചിരുന്നു ഇതുവരെ ചെയ്ത ഫിലിമിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത സിനിമ ഏതാന്ന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് പറയുകയും ചെയ്തു. ഞാൻ പറയിപ്പിച്ചു, അത് പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അദ്ദേഹത്തെ റിലാക്സ്ഡ് ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോഴും പറഞ്ഞു ഈ ഒരു ഫിലിം ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഒരു മേക്കിംഗ് പ്രോസസ് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മൾ എന്തും വളരെ എൻജോയ് ചെയ്ത് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് ആ പ്രോഡക്റ്റിൽ. അതെ, പ്രധാനമായിട്ടും നമ്മൾ ഈ സിനിമയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാകുന്നത് ഈ കാത്തിരിപ്പാണ് കൂടുതൽ. നമ്മുടെ കഥാപാത്രം ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്, നമുക്ക് വേറൊരാളെ മാറാൻ പറ്റുന്നില്ല. ഈ ഒരു ഷോട്ട് കഴിഞ്ഞ് ഒരുപാട് സമയം കൊടുത്ത് അടുത്ത ഷോട്ട് വരുമ്പോഴൊക്കെയാണ് നമുക്ക് ഇതിനോടൊന്ന് വെറുപ്പ് തോന്നും. അതായത് നമ്മൾ ഒരാളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, ആ ഡിസ്റ്റർബൻസ് ആണ് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്നത്. അത് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല, അതാർക്കും മനസ്സിലാവില്ല. നമ്മളൊരു ക്യാരക്ടറായിട്ട് കാലത്തെ ഇയാൾ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് അങ്ങനെ അതിന്റെ പുറത്ത് വന്ന് ആലോചിച്ച് പിന്നെ ആ സീൻ അങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ എന്നൊക്കെ ആലോചിച്ചിട്ടിരിക്കുന്ന സമയത്ത് ഇത് എടുക്കുന്നില്ല. ഇത് നമ്മളിങ്ങനെ ഡെലിവറിക്ക് റെഡി ആയിട്ടിരിക്കുകയെ, ഡെലിവറി ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുമ്പോൾ ഇത് സമ്മതിക്കില്ല, അങ്ങനെ ഇരിക്കുകയല്ലേ. അപ്പൊ അതിന്റെ ഒരു വല്ലാത്ത ഇറിറ്റേഷൻ പലപ്പോഴും നമുക്ക് അത് നമ്മുടെ മുഖത്ത് കാണും. പിന്നെ അത് പെർഫോം ചെയ്താലും നമുക്കൊരു തൃപ്തിയാവില്ല. കാരണം അതിൻ്റെ ഒരു എന്താ പറയാ, ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് നമ്മുടെ ഉണ്ട്, ഒരു സ്റ്റോക്ക് ഉണ്ട്. അതിന് ഡിലേ ആകുമ്പോൾ പിന്നെ കുറെ കഴിയുമ്പോൾ ആർട്ടിഫിഷ്യൽ ആകും. നമുക്ക് അങ്ങനെ ഈ സിനിമയിൽ ഉണ്ടായിട്ടില്ല. അതിന് നമ്മൾ വളരെ നന്ദി നമ്മുടെ ക്യാമറാമാൻ അദ്ദേഹം ഒരുപാട്, ഞാൻ മമ്മൂക്കയോട് ആദ്യം വർക്ക് ചെയ്യണമെങ്കിലും ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് പുള്ളിയുടെ ഒരുപാട് ഈ പറഞ്ഞ ആംഗിൾ അല്ല എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത സമയം വെറുതെ അങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് എടുത്തല്ല, അതിൻ്റെ ആവശ്യമുള്ള സമയം എടുത്ത് തന്നെ ഷൂട്ട് ചെയ്തു. പക്ഷെ നമുക്ക് തോന്നൂല, നമുക്കങ്ങനെ തോന്നുന്നില്ല. നമ്മൾ പോകുന്നില്ല, നമ്മൾ സെറ്റിൽ നിന്ന് പോയി മുറിയിലിരിക്കുകയോ അല്ലെങ്കിൽ വണ്ടിയിലിരിക്കുകയോ ചെയ്യുന്നില്ല. നമ്മൾ അവിടെ തന്നെ ഇരിക്കുകയും മറ്റു ആക്ടേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചെറിയ സെറ്റപ്പ് ആയതുകൊണ്ടും അത് ഈ ക്യാരക്ടേഴ്സായിട്ട് തന്നെ നമുക്ക് മറ്റേ നമ്മുടെ നടീനന്മാരെ കാണാൻ തോന്നുന്നതൊക്കെ വലിയ അങ്ങനെ ഒരു സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്തോ ഉണ്ടായോ നമ്മുടെ സിനിമയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇത് ഷൂട്ടിംഗ് ടൈം എങ്ങനെയായിരുന്നു? ഷൂട്ടിംഗ് തൃശ്ശൂരും ഇരിങ്ങാലക്കുടിയാണ് ഷൂട്ട് ചെയ്തത്. ഞങ്ങൾ അങ്ങനെ ഒരുപാട് സ്ട്രെസ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടില്ല. ഞാനും നമ്മൾ സാധാരണ വരുന്ന സമയത്തൊക്കെ തന്നെ ഞാൻ കഴിഞ്ഞ സിനിമ നമ്മൾ സ്ഥിരമായി 1 മണി വരെ 2 മണി വരെ എല്ലാം ഷൂട്ട് ചെയ്ത കാര്യങ്ങളുണ്ട്. ഇത് മാക്സിമം നമ്മൾ 8 മണി 8:30 വരെയൊക്കെ ഷൂട്ട് ചെയ്തു. 7-8 വരെ ഷൂട്ട് ചെയ്തു. ഈ പറഞ്ഞ പോലെ നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അല്ല, അങ്ങനെ ചെയ്യുന്ന സിനിമകൾക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിനകത്ത് ഇൻവോൾവ് ആയി ചെയ്യുന്നത് മറ്റു പ്രശ്നമൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന സിനിമയുടെ ഒരു റിസൾട്ട് സിനിമയിലുണ്ടാവും. തീർച്ചയായിട്ടും.
കാരണം അത് കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് ഈ സിനിമയിൽ അങ്ങനെ സിനിമകളിലെ സീനുകൾക്കും അങ്ങനെയുണ്ട്. ഒട്ടും നമ്മളൊരു കെട്ടിച്ചമച്ച രംഗങ്ങൾ പോലെ ഒന്നും തോന്നില്ല. അത് ഒരു സ്വാഭാവികമായ സിനിമയുടെ കഥയുടെ വളർച്ചയാണ്, സ്വാഭാവികമായ കഥാപാത്രങ്ങളാണ്, നമ്മൾ കണ്ടും പരിചയിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. നമ്മൾ അയാളെ നമുക്ക് അറിയാമല്ലോ എന്ന് തോന്നുന്നു. അത് നമ്മൾ പല സിനിമ പറ്റും പറയുന്നുണ്ട്, പക്ഷേ ഈ സിനിമയിൽ കുറച്ചുകൂടെ സത്യസന്ധമാണത്. ഞാൻ നേരത്തെ ഒരു അവകാശവാദങ്ങളില്ല, നമ്മുടെ അനുഭവം പറയാണ്. നമ്മളെ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ അല്ലേ നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് ഇത് നമ്മൾ ഒക്കെ തന്നെയാണല്ലോ, അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ആളുകൾ തന്നെയാണല്ലോ, നമ്മൾ കഥാപാത്രങ്ങളായി തന്നെയാണ് അവിടെ നിൽക്കുന്നത്. നമ്മുടെ ഒരു സ്വന്തം സെൽഫ് അങ്ങനെ അറിയാണ്ട് അങ്ങനെയുണ്ട്. കഥയുടെ വളർച്ച അങ്ങനെയാണ്, രംഗങ്ങൾ അങ്ങനെയാണ്, പിന്നെ ഉണ്ടാകുന്നതും നമ്മൾ കഥയുടെ ഫോർമേഷൻ ഷൂട്ട് ചെയ്തതും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ തിരിച്ചാ ഷൂട്ട് ചെയ്ത സിനിമ. ആദ്യം ആദ്യത്തെ ഓഡിയൻസ് മനസ്സിലാവൂല്ലോ അവരെപ്പോഴേ ഷൂട്ട് ചെയ്യുന്ന അറിയാം. ഓക്കെ ഓക്കെ, അത് വെളിപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നില്ല അല്ലേ? അതിപ്പോ എല്ലായ്പ്പോഴും എല്ലാ സിനിമയുടെയും ചിലപ്പോൾ സിനിമ ആദ്യ ദിവസം ഷൂട്ട് ചെയ്യുന്ന ക്ലൈമാക്സ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ പാട്ടുകളായിരിക്കും. സിനിമ നമ്മൾ കാണുന്ന ഓർഡറിലല്ല ഷൂട്ട് ചെയ്യുന്നത്. അത് ഓരോരുത്തർ സൗകര്യം, ലൊക്കേഷൻ ഫെസിലിറ്റീസ്, പിന്നെ അവൈലബിലിറ്റി, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മേക്കപ്പിനൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്ന സിനിമയിൽ 3 കാലഘട്ടമുണ്ട്. 15 വർഷമുള്ളൂ, 45 വർഷത്തെ കഥയാണ് ഇപ്പൊ ആദ്യം. അപ്പൊ അതിപ്പോ ഒരു പ്രായം കഴിഞ്ഞു, ഇനിയിപ്പോ അടുത്ത പ്രായത്തിലേക്ക് നമ്മൾ മാറാൻ ഒരു 10-30 ദിവസം കഴിഞ്ഞിട്ടേ ഷൂട്ട് ചെയ്യുള്ളൂ. എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ ശരീരത്തുണ്ടാവും. അത് എന്താ പറയാ, മീശയൊക്കെ വരുന്ന വിഷമിക്കുന്നു വേണ്ട, മീശയൊക്കെ വരും നമുക്ക്. പ്രജിലാണ് ഈ പടത്തിലെ ഹീറോ. ആനന്ദാണ് ഈ പടത്തെ. പടത്തിന്റെ പേര് ഞങ്ങൾ ആനന്ദം ഇടാന്ന് വിചാരിച്ചാൽ അങ്ങനെ പടം ഉള്ളതുകൊണ്ടാണ് മാറ്റത്. നിന്റെ പേരിട്ടന്നെ. പ്രജില പിന്നെ ഈ ചേച്ചി ഒരുപാട് ചോദ്യം ചോദിക്കരുത്, നീ അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട് ചോദിച്ചോണ്ടിരിക്കും. ഓക്കെ, മമ്മൂക്കയായിട്ട് ഇപ്പൊ നല്ലൊരു എന്താ പറയാ നല്ലൊരു റിലേഷൻ ആണല്ലോ ഇത്. ശരിക്കും എങ്ങനെ 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 അച്ഛനും മോനും റിലേഷൻ ആണ്. ഓക്കെ ഓക്കെ, ആദ്യത്തെ ചിത്രത്തില് സ്പിരിറ്റിലായിരുന്നു അല്ലെ, ലാലേട്ടന്റെ കൂടെ ആയിരുന്നു. അതില് മൂകനായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ പറയാ മകനും എന്താ പറയാ ഫേസിൽ വരുന്ന എക്സ്പ്രഷൻസ് വെച്ചിട്ടാണ് ആ സിനിമയിൽ അഭിനയിച്ചത്. ഇതിലിപ്പോ നമുക്ക് വാക്കുകളും എന്താ പറയാ വാക്കുകളിലൂടെയും അഭിനയിക്കാൻ പറ്റി. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ തോന്നുന്നു? ആക്ച്വലി സ്പിരിറ്റ് ഡെഫ് ആൻഡ് ഡം കുട്ടി ആയതുകൊണ്ട് കുറച്ചും കൂടി ഈസിയർ ആയിരുന്നു. ഞാൻ ഡാൻസർ ആയതുകൊണ്ട് എനിക്ക് ആക്ഷനോട് പറയാൻ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവും, പക്ഷെ ഇറ്റ് വാസ് ഈസിയർ. ഇതിൻ്റെ അകത്ത് കുറച്ചിങ്ങനെ പ്രാക്ടീസ് ചെയ്തു. അങ്കിൾ നേരത്തെ തന്നെ സ്ക്രിപ്റ്റ് തന്നു, ഞാൻ കുറെ പ്രാക്ടീസ് ചെയ്തു. അങ്ങനെ ഭയങ്കര ഈസി ആയിരുന്നു. അപ്പൊ നമുക്ക് ഇനി നമുക്ക് വേണുവിലേക്ക് വരാം അല്ലേ? വർഷത്തില് വേണു 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 അത്ര ഉണ്ട്. വേണു എന്ന് പറയുന്നത് നമ്മൾ ആളങ്ങനെ പേര് മാത്രമേ ഉള്ളൂ, ആൾക്ക് എന്ത് പേരിട്ടും വിളിക്കാവുന്നത്. നമ്മൾ തൽക്കാലത്തെ കുറച്ചുകൂടെ ഭംഗിയായിക്കോട്ടെ എന്ന് വെച്ചൊരു പേരിട്ടു. വേണു പേരിട്ടു. വേണു എന്ന് പറയുമ്പോൾ നമുക്ക് പറഞ്ഞു ഞാൻ വേണു എന്ന് പറഞ്ഞപ്പോൾ അഭിനയിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. മറ്റേ പടം മിഥ്യയിൽ വേണു. ഞാൻ കണ്ടുപിടിച്ചു. ശരിയാ. എന്തായാലും ആട്ടെ, ആ വേണു അല്ല ഈ വേണു. അതിനകത്ത് വലിയ ബിസിനസ്മാനും കള്ളക്കടത്തുകാരനും ഒക്കെ ഉള്ളൊരു അങ്ങനത്തെ ഒരു ലേശയുടെ ഉള്ള ഒരാളാണ് വേണു. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. ഇയാള് സാധാരണ എല്ലാ ഹുങ്കും അഹങ്കാരവും അസൂയയും കുശുമ്പും മുന്നായ്മയും എന്തൊക്കെ ഉണ്ടാവും ഒരു മനുഷ്യന് എല്ലാം ഉണ്ടാകുന്ന ദോഷഗുണങ്ങളുള്ള ആൾക്കാരാണ്. നമ്മുടെ സിനിമയിൽ സർവ്വഗുണ സമ്പന്നരായ നായകനും നായികയില്ല. എല്ലാ ദോഷഗുണങ്ങളുമില്ല ഉള്ള മനുഷ്യരാണ് ഈ സിനിമയിലെ കഥാപാത്രം. സർവ്വഗുണ സമ്പന്നരായവരല്ല, എല്ലാ ദോഷഗുണങ്ങളും ഉള്ള സാധാരണ മനുഷ്യരാണ് കഥാപാത്രം. നമുക്ക് പാവപ്പെട്ടവനാകും, കാശുള്ളവനാകാം, എല്ലാ തരത്തിലും ഓരോരുത്തർക്കും ഓരോതരം വികാരങ്ങളാണ്. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരുണ്ട്. നമ്മളെയൊക്കെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഇനിയും സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അത് തന്നെയാണ് നമ്മുടെ സിനിമയിലെ കഥാപാത്രങ്ങൾ. അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. മകനെ പറ്റി പ്രതീക്ഷയുണ്ട്, ബിസിനസ്സിനെ പറ്റി പ്രതീക്ഷയുണ്ട്, കുടുംബത്ത് സോഷ്യൽ ലൈഫിനെ പറ്റി ഇതുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും യോഗ ക്ലാഷ് ഉണ്ട്, ഭാര്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അടി എന്നൊക്കെ ചോദിക്കുന്ന ആ ചീപ്നെസ് ഒക്കെ ഇയാൾക്കുണ്ട്.
എന്നാ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എനിക്ക് വേറെ എത്ര നല്ല ചേക്കന്മാരാണെന്ന് പറയുന്ന ഭാര്യ, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന മാറ്റങ്ങളാണ് ഈ സിനിമ. റിയൽ ലൈഫ് റിയൽ ലൈഫ് തന്നെയാണ്. അതാ നീ ഇവിടെ നിന്ന് നിന്റെ വീട്ടിൽ 10 പൈസയില്ല ഞാൻ ഇത്ര ഉണ്ടാക്കിയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായാലും. അപ്പൊ അവര് പറയുന്നുണ്ട് നിങ്ങളെക്കാൾ എത്ര നല്ല ചേക്കന്മാർ എനിക്ക് വീട്ടിൽ നിന്നാണ് നിങ്ങൾ എന്റെ കുട്ടകത്ത്, അങ്ങനെയൊക്കെയുള്ള ഭാര്യയും ഭർത്താവാണത്. പിന്നെ അപ്പുറത്തെ സ്ത്രീയെ പറ്റി പറയുന്നുണ്ട്, അവൾക്ക് എന്താണ് ഒരു കുശുമ്പ്, അവൾക്ക് എന്താ ഇവിടെ ജാട, എനിക്ക് അവളെ കണ്ടുകൂടാ, അങ്ങനെ പറയുന്നില്ല. ഭയങ്കര അങ്ങനെയുള്ള സ്ത്രീ, ആ സ്ത്രീയാണ് അതിനപ്പുറം. അവരാണെങ്കിൽ എന്തുണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കണം, എന്റെ മറ്റേ കേണലെങ്കിൾ വരും, മറ്റതെങ്കിൾ വരും എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ സ്ത്രീകൾ. പിന്നെ അവിടെ കേണലൊന്നും ആയിരിക്കില്ല, അപ്പൊ ഇവര് പറയുന്നത് അതല്ല ടളക്കാരനായിരിക്കും അങ്ങനെ നമ്മളൊക്കെ പറയുന്നത്, നിങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ അതുപോലത്തെ മനുഷ്യരാണ്. ആ മനുഷ്യരുടെ ജീവിതത്തിലാണ് നമ്മൾ കാണാത്ത പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റങ്ങളും അവരിലേക്ക് തന്നെ യഥാർത്ഥ മനുഷ്യരായി മാറുന്ന ആണ് കഥ. അപ്പൊ നമ്മൾ ഈ ആദ്യ പകുതിയിലുള്ളതൊക്കെ ഭയങ്കര മോശമായിട്ട് തോന്നുമായിരിക്കും, പിന്നെ പക്ഷെ അതങ്ങ് മാറി മാറി വരുന്നതാണ്. ഇത് സത്യസന്ധമായൊരു കഥയാണ്. ഇതിനകത്ത് വലിയ ഈ കഥയിൽ അധികം ഞങ്ങൾ വെള്ളം ചേർത്തിട്ടില്ല. ഈ കഥയുടെ കഥാമുഹൂർത്തങ്ങളിലോ സംഭവങ്ങളിലോ സീനുകളിലോ ഡയലോഗുകളിലോ ഒന്നും പോലും യാഥാർത്ഥത്തിൽ ഉണ്ടാകാവുന്ന ഡയലോഗുകൾ അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഒരു സാഹിത്യമോ ഫിലോസഫിയോ ഒന്നും പറയുന്നില്ല. ഒരു മനുഷ്യനുണ്ടാകാവുന്ന, അല്ലെങ്കിൽ സാധാരണ ഒരാൾ വളരുമ്പോൾ അയാൾക്കുണ്ടാകുന്ന അയാളുടെ ബുദ്ധിക്കോ അയാളുടെ കാഴ്ചപ്പാടുകൾക്കും ഒക്കെ ഉണ്ടാകുന്ന മാറ്റം ഈ കഥാപാത്രത്തിനുണ്ടാവുന്നു. അപ്പൊ അയാളുടെ സംസാര രീതികൾ മാറുന്നുണ്ട്, അയാളുടെ അപ്രോച്ചുകൾ മാറുന്നുണ്ട്, അയാളുടെ ജീവിതത്തിനോട് സമീപനം മാറുന്നുണ്ട്, മറ്റുള്ള ആൾക്കാരുടെ പെരുമാറ്റം മാറുന്നുണ്ട്. അങ്ങനെ അതൊക്കെയാണ് നമ്മൾ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. ആളുകൾ നമ്മുടെ ജനങ്ങൾ എങ്ങനെ എടുക്കുന്നതെന്നും ജനങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നും നമുക്കറിയില്ല. ആശാചരത്തിന് ആരെങ്കിലും വിളിച്ച് റേപ്പ് ചെയ്തു അതിനെ ഞാൻ റിവെഞ്ച് ചെയ്യാൻ പോകേണ്ട ഒരു കഥയാണ് വരാൻ പറയാനൊക്കില്ല. 4 പേരെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞാൽ ചുറ്റിപ്പോകും. ഞാൻ ജയിലിലായിരുന്നു, അതുകൊണ്ട് താടി മാറ്റി അങ്ങനെയൊക്കെ കഥ സങ്കല്പിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രേക്ഷകൻ നമ്മുടെ സിനിമ ഓൺലി സിനിമ കാണാൻ വരുമ്പോൾ സ്വന്തമായിട്ടൊരു കഥ കൊണ്ടുവരണ്ട. ഞങ്ങളുടെ ഒരു കഥയുണ്ട്, വളരെ ബ്ലാങ്ക് ആയിട്ട് ഒരു സിനിമ കാണാൻ വരും. അപ്പൊ ഈ കഥയിൽ നിങ്ങളിലേക്ക് ഇപ്പോൾ രഞ്ജിത്തേട്ടൻ്റെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കേട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ, ഇത്ര നാളും സിനിമകൾ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് പറയുന്നത് മമ്മൂക്കയുടെ സുഹൃതത്തിലെ ഒരു സീനാണ്. മരണം എഴുതി വെക്കണം അല്ല, പുള്ളി ഓഫീസിൽ പോയിരുന്നിട്ട് കാണില്ലേ, സംഭവിച്ചാൽ അതിനകത്ത് എംപിക്ക് സംഭവിച്ചാണ്. അതുപോലെ തന്നെ വേറെ ഭാര്യ ഇയാൾ അസുഖം മാറിയിട്ട് അങ്ങനെ ഒരു ജീവിതത്തിൽ മനുഷ്യർ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അത് എനിക്ക് അങ്ങനെ 1-2 മുഹൂർത്തങ്ങളുള്ള സിനിമയാണ്. ഭാര്യയെ വേറെ ആൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അസുഖം മാറിയപ്പോൾ തിരിച്ചു വരുമ്പോൾ ഇനി എന്താ നിങ്ങൾക്ക് തരണത്, അത്രത്തോളം ഒരു മനുഷ്യൻ പിന്നെ അയാൾ ജീവിക്കണ്ടല്ലോ, ഈസ് ഡെഡ്. അതെ, അങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ ആ സിനിമ അങ്ങനെയൊന്നും ആയിരുന്നില്ല സ്വീകരിക്കേണ്ടിയിരുന്നത് അല്ലേ? അതെ, ഈ ഒരു സുഹൃത്തിലെ സീൻ എന്ന് പറഞ്ഞു. അപ്പം അത്രയും ആ ഒരു സീനോട് ഇഷ്ടം തോന്നുന്നവര് അല്ല, അത്തരം മുഹൂർത്തങ്ങൾ അപ്പൊ അത് ഇഷ്ടപ്പെടുന്ന ഒരു സംവിധായകൻ അങ്ങനത്തെ മുഹൂർത്തങ്ങളും ഈ സിനിമയില്ല. അതുകൊണ്ട് ആരോഗ്യപ്പെടുത്തുന്ന ഒരു കാര്യമില്ല. അത് രഞ്ജിത്തിന്റെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു സ്വന്തം ആഗ്രഹം ഒരു സിനിമയിൽ ഒരുപാട് ഞാൻ പഠിക്കുന്ന സമയത്ത് കളിക്കുന്ന സിനിമയാണ് സുഹൃത്ത്. അന്നോട്ട് നമ്മുടെ ഫേവറേറ്റ് സിനിമയുള്ള സിനിമയാണ്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഈ സിനിമയിലെ മുഹൂർത്തങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത് ആ സിനിമയിലെ മുഹൂർത്തം ഈ സിനിമയായിട്ട് ടോട്ടലി ഡിഫറെന്റ് ആണ്. വർഷത്തിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. സോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അടുത്ത എപ്പിസോഡിലൂടെ.